നമ്മളൊക്കെ ആലോചിക്കാറില്ലേ നമ്മൾക്ക് എന്താണ് കിട്ടിയത് എന്ന്? പലപ്പോഴും നിരാശയൊക്കെ വരും മനുഷ്യന്. എത്ര ചോദിച്ചു എന്നിട്ടും അള്ളാഹു തരുന്നില്ല. നിരാശ എത്ര പെട്ടെന്നാണ് മനുഷ്യനെ പിടികൂടുന്നത്. ചെറിയ ചെറിയ നിരാശകളുടെ പേരില് നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെ എത്ര പെട്ടെന്നാണ് മനസ്സിൽ മായ്ച്ചു കളയുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നും കിട്ടാതെ പോയ റസൂലിനെയാണ്. ഉപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയായിരുന്നു, ഉമ്മ നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. എത്ര കുറച്ച് വിഭവങ്ങൾ കൊണ്ടാണ് ജീവിച്ചത്. എത്ര അനാഥത്വവും സങ്കടങ്ങളും പേറിയ ജീവിതമാണ്. സന്തോഷങ്ങളൊക്കെ തിരിച്ചു വരികയായിരുന്നു. വറ്റിവരണ്ട ആ ജീവിതത്തില് പൂക്കളും ചെടികളൊക്കെ പിന്നീട് വിടരുകയായിരുന്നു. എന്റെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാലോ. ഇന്ന് വരണ്ട് കിടക്കുന്ന എന്റെ ജീവിതത്തില് നാളെ പൂക്കൾ വിടരാലോ. നീ കാണുന്ന തോറ്റുപോയാൽ തന്നെ അതത്ര വലിയ കുറ്റമൊന്നുമല്ല. നമ്മൾ ശരിക്ക് പരിശ്രമിക്കാതെ തോറ്റുപോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മുടെയൊക്കെ സ്വപ്നങ്ങളെ കുറിച്ചേ നമുക്കല്ലേ അറിയുള്ളൂ. അത് സത്യമാവണ വരെ ബാക്കിയുള്ളവർക്ക് അതൊരു തമാശയായിരിക്കും. മക്കളാണെന്ന് നോക്കണം. നേടിയെടുക്കാനേ ഒരു സ്വപ്നം പോലും ഇല്ലെങ്കിൽ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവില്ല. മലയാളികളുടെ മൊത്തം പ്രശ്നമാണത്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അത് മാറണം. അവരെന്ത് വേണേലും വിചാരിക്കട്ടെ, നമ്മളുടെ കാര്യം നമ്മൾ തീരുമാനിക്കണം. ഈ ഒരു കാഴ്ചപ്പാട് മാറാണ്ട് മലയാളികൾ ഒരിക്കലും രക്ഷപ്പെടാനില്ല. അവരെന്ത് വിചാരിക്കുമ്പോ എന്നാ നീ പോവണ്ട. അല്ലേ പോയേക്കാം, ഇല്ലേ അവരെന്ത് വിചാരിക്കും. തെറ്റിപ്പോയ തീരുമാനങ്ങളോർത്ത് സ്വയം ശപിച്ചു, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു. ഈ ലോകത്ത് ജീവിക്കാൻ നല്ല പാടാണ്. ഒരു പരാജിതന്റെ ജീവിതത്തിനോട് പൊരുത്തപ്പെടാൻ നിനക്ക് ഒരുപാട് സമയമെടുക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നിങ്ങളത് മനസ്സിൽ അച്ചീവ് ചെയ്യണം. വാട്ട് എവർ ഇറ്റ്. ഈ മനസ്സിന്റെ പവർ നിങ്ങൾ അറിയണം. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതും ഓടി നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ആവശ്യം സമാധാനമാണ്. കാരണം എൻഡ് ഓഫ് ദി ഡേ സമാധാനമായിട്ട് നമുക്കൊന്ന് ഉറങ്ങണം. ഈ ഒരു തോട്ടില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നല്ല, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ. എല്ലാം നടക്കുന്നത് ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം എല്ലാം നടക്കുന്നത് ഒരു നല്ല കാരണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ കുറെ മാറ്റങ്ങൾ വരും. നമ്മുടെ മെയിൻ സങ്കടങ്ങളുണ്ടല്ലോ പ്രശ്നം, അതായത് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാള് ഇല്ലാതാവുമ്പോ നമ്മളെ പൊതിയുന്ന ഒരു ടൈപ്പ് സങ്കടമുണ്ട്. നമുക്ക് തമാശ പറയാം, ചിരിക്കാം, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവാം, നല്ല ഫുഡ് എൻജോയ് ചെയ്യാം, ഈവൻ പ്രേമിക്കാം. നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ആ സങ്കടം ഇങ്ങനെ ഉള്ളിൽ തന്നെ കിടക്കും. പക്ഷെ പോവില്ല, നമ്മൾ വിട്ടാലല്ലേ പോകും.